ഹരി ഓം. എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 37ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ചൊല്ലി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി 37ാമത്തെ ദശകം പൂർത്തിയാക്കാം. 37ാമത്തെ ദശകം കൃഷ്ണാവതാര പ്രസ്താവമാണ്. ഇനി അടുത്ത ദശകം വരുന്നത് ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ്. ശ്രീകൃഷ്ണാവതാരമാണ് 38ാമത്തെ ദശകം. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സംഘരേ ത്വത്കൃത്താ അപി കർമ്മശേഷവശതോ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. ഹാ ഹാ ദുർജന ഭൂരിഭാരമതിതാം പാദോ നിധൗ പാതുകാമേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോക്യ ദാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ഊചേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ദരിദ്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി. സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിദിയയു സാകം തവാകേതനം. തേ മുഗ്ധാനിലശാലിദുഗ്ധജലതേ സ്ഥിരം ഗതാ സംഗതാ യാവത്ത്വത്പദചിന്തനൈകമനസസ്താവത്സപാദോ ജഭൂ. ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നോചിവാനാഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. ജാനേ ദീനദശാമഹം ദിവിശദാം ഭൂമിശ്ച ഭീമൈർനൃഭൈസ്തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ. ദേവാവൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്തമിതി ത്വദീയവചനം പാതോ ജഭൂരുചിവാൻ. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു. വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസ ശൂരാത്മജ. ഒന്നുകൂടി ചൊല്ലാം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു. വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസ ശൂരാത്മജ. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ഭഗവാനാലും ദേവന്മാരാലും വധിക്കപ്പെട്ട അസുരന്മാരൊക്കെയും
തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ഭൂമിയിൽ തന്നെ വന്ന് ജനിച്ചു. കർമ്മഫലം നമുക്ക് അനുഭവിക്കാതെ പോവാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ഭൂമിയിൽ തന്നെ വന്ന് ജനിച്ചു. അങ്ങനെ ഈ ദുഷ്ടദൈത്യന്മാരുടെ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി നന്നേ ക്ലേശിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കണം എന്ന് കരുതി ബ്രഹ്മദേവനെ കാണാനായിട്ട് ഭൂമിദേവി ചെല്ലുകയാണ്. ദേവന്മാരോ ഭൂമിദേവിക്ക് മുൻപേ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രഹ്മദേവന്റെ അടുക്കലെത്തി ഭൂമിദേവി തൻ്റെ പരാതി ഉണർത്തിക്കുകയാണ്. ഈ ദുഷ്ടദൈത്യന്മാരുടെ ഭാരം താങ്ങാനാവാതെ ഞാൻ കാരണജലത്തിൽ വീഴാറായിരിക്കുന്നു. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിച്ചാലും എൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്നിങ്ങനെ ഭൂമിദേവി പരാതി പറഞ്ഞു. ദേവന്മാരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബ്രഹ്മദേവനും കാര്യം മനസ്സിലായി. എല്ലാവരും തീർത്തും നിസ്സഹായരായി ഇരിക്കുകയാണ്. ഈ അസുരന്മാരുടെ ദുഷ്ടത സഹിക്കാൻ വയ്യാതെ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ് അവരെല്ലാവരും തന്നെ. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നറിയാൻ ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ധ്യാനത്തിൽ നിന്നും കണ്ണ് തുറന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ദേവന്മാരോടും ഭൂമിദേവിയോടുമായി പറഞ്ഞു, ഈ ഭൂമിദേവിയുടെ സങ്കടങ്ങളൊക്കെയും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ സാക്ഷാൽ ലക്ഷ്മിപതിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതായത് വൈകുണ്ഠനെ സാധിക്കുള്ളൂ, വൈകുണ്ഠനാഥനെ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ശിവനെ മുൻനിർത്തി നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് സങ്കടം ഉണർത്തിക്കാം. അവിടെ നിന്ന് ഇതിനൊരു പരിഹാരം കിട്ടാതിരിക്കുകയില്ല എന്ന് കരുതി എല്ലാവരും കൂടി ബ്രഹ്മദേവനും ശിവനെ മുൻനിർത്തി ബ്രഹ്മദേവനും ദേവന്മാരും ഭൂമിദേവിയും എല്ലാവരും കൂടി പാലാഴിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പാലാഴിയിലെത്തിയപ്പോൾ അവിടെ ഭഗവാന്റെ പാദങ്ങളെ ഏകാഗ്രമായിട്ട് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് നിന്നു. വൈകുണ്ഠത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല സുഖകരമായിട്ടുള്ള കുളിർ കാറ്റ് വീശുന്ന ഒരു തരം അന്തരീക്ഷമാണ് അവിടെയുള്ളത്. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭൂതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ അനുഭൂതിയിൽ ഭഗവാന്റെ വിഷ്ണുപാദങ്ങളെ ഇങ്ങനെ ഏകാഗ്രമായിട്ട് ധ്യാനിച്ചു കൊണ്ട് നിന്നപ്പോൾ ഭഗവാന്റെ വാക്കുകൾ ഒരു അശരീരി പോലെ ബ്രഹ്മദേവന് കേൾക്കാൻ ഇടവരികയും ബ്രഹ്മദേവൻ അത് എല്ലാവരോടുമായിട്ട് പറയുകയും ചെയ്തു. ഞാൻ ഭഗവാന്റെ വാക്കുകൾ കേട്ടു, ഭഗവാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഈ ഭീകരന്മാരും ദുഷ്ടന്മാരുടെയും അടുത്ത് നിന്നും നിങ്ങൾക്കുണ്ടാവുന്ന ദേവന്മാർക്കും ഭൂമിദേവിക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നാശം വിതയ്ക്കുന്നതിന് വേണ്ടി ഞാൻ പൂർണ്ണഭാവത്തോടു കൂടി യദുവംശത്തിൽ ജനിക്കുന്നതായിരിക്കും. ദേവന്മാരും ദേവസ്ത്രീകളും അവിടെ വൃഷ്ണിവംശത്തിൽ ജനിക്കട്ടെ. ഇന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ബ്രഹ്മദേവൻ അവരോടുകൂടി പറഞ്ഞു. അതായത് ഭഗവാൻ തന്നെ ഈ അസുരന്മാരുടെ നാശം വരുത്തുന്നതിന് വേണ്ടി യദുവംശത്തിൽ വന്ന് ജനിക്കും. ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടി ദേവന്മാരും ദേവസ്ത്രീകളും വൃഷ്ണിവംശത്തിൽ വന്ന് ജനിക്കട്ടെ. അപ്പോൾ അവരാണ് ഗോപന്മാരും ഗോപസ്ത്രീകളുമായിട്ട് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ചെവികൾക്ക് ആനന്ദമുണ്ടാകുന്ന ഈ വാർത്ത കേട്ടപ്പോൾ ദേവന്മാരുടെ ഒക്കെ മനസ്സിന് ഒരു കുളിർമ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അസുരന്മാരുടെ ദുഷ്ടതയിൽ നിന്നും രക്ഷ നേടാനാവും എന്നുള്ളത് ഒരു വശം. ഒപ്പം ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടി ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ ഭൂമിയിൽ വൃഷ്ണിവംശത്തിൽ വന്ന് ജനിക്കാനും പോവുകയാണ് അല്ലേ. അപ്പോൾ ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ആ അവതാരം എങ്ങനെ ഇരിക്കും, ആ ഭഗവാന്റെ അവതാരത്തോട് ചേർന്ന് നിൽക്കാനൊക്കെ കഴിയും എന്നുള്ള സന്തോഷത്തിൽ ദേവന്മാരും ഭൂമിദേവിയും ഒക്കെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പൂർണ്ണഭാവത്തിൽ യദുവംശത്തിൽ വന്ന് ഞാൻ ജനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വാക്കുകൾ സത്യമാവാൻ ഇവിടെ ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ശൂരൻ്റെ പുത്രനായ വസുദേവൻ മധുരാപുരിയിൽ വെച്ച്, അപ്പോൾ ഈ മധുരാപുരി എന്ന് പറയുമ്പോൾ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പുണ്യാധിക്യമുള്ളതും കീർത്തിയുള്ളതുമായിട്ടുള്ള മധുരാപുരി എന്ന് പറയുന്നത് അല്ലേ. ഭഗവാൻ ഭരിച്ച സ്ഥലമാണ് മധുര എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് വിഖ്യാതമായ പുണ്യാധിക്യമുള്ളതും കീർത്തി കേട്ടതുമായ മധുരാപുരിയിൽ വെച്ച്
ശൂരൻ്റെ പുത്രനായ വസുദേവൻ ഭാഗ്യവതിയായ ദേവകിയെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ ജനിക്കാനുള്ള ഭഗവാന്റെ മാതാപിതാക്കളാണ് അല്ലേ വസുദേവരും ദേവകിയും. അപ്പോൾ അങ്ങനെ ഭഗവാൻ ജനിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വസുദേവനും ദേവകിയും തമ്മിലുള്ള വിവാഹം മധുരാപുരിയിൽ വെച്ച് നടന്നു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ അത്രയേ മനസ്സിലാക്കാനുള്ളൂ. ചെവികൾക്ക് ആനന്ദം പകരുന്ന ഈ ഒരു വാർത്ത, അതായത് ഭഗവാൻ തന്നെ ഭൂമിയിൽ പൂർണ്ണഭാവത്തിൽ വന്ന് അവതരിക്കും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ദേവന്മാർക്കൊക്കെയും മനസ്സിന് അത്യധികം കുളിർമ ഉളവാക്കുന്നതായിരുന്നു അത്. അങ്ങനെ അവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഭൂമിയിൽ ശൂരൻ്റെ പുത്രനായ വസുദേവർ ഭാഗ്യവതിയായ ദേവകിയെ മധുരാപുരിയിൽ വെച്ച് വിവാഹം ചെയ്തു എന്നുള്ളതുമാണ് വിവരിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോദ സമ്മാനയന്നേതൗ സൂതതയാഘതപതിരതേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാത്സതു ഹന്തുമന്തികകദാം തന്വീം കൃപാണീമധാത്. ഒന്നുകൂടി ചൊല്ലാം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോദ സമ്മാനയന്നേതൗ സൂതതയാഘതപതിരതേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാത്സതു ഹന്തുമന്തികകദാം തന്വീം കൃപാണീമധാത്. 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം വളരെ കെങ്കേമമായിട്ട് കഴിഞ്ഞു. സഹോദരിയെ അത്യധികം സ്നേഹിക്കുന്ന ആളാണ് കംസൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കംസൻ അവരോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ വസുദേവരുടെ ഗൃഹത്തിലേക്ക് സഹോദരി പോകുമ്പോൾ തേര് തെളിക്കാൻ അവരുടെ സാരഥിയായിട്ട് കംസനാണ് പോകുന്നത്. അതായത് കംസൻ തേര് തെളിച്ച് സാരഥിയായി ഇരുന്ന് പുറകില് ദേവകിയെയും വസുദേവരെയും ഇരുത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അശരീരി കേൾക്കാനിടയായി. നീ നയിക്കുന്ന ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ളതായിരുന്നു ആ അശരീരി. അതായത് ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നുള്ളതായിരുന്നു ആ അശരീരി. അപ്പോൾ സ്വയം തനിക്ക് നാശം വരാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ആ സഹോദരി സ്നേഹമൊക്കെ തൽക്കാലത്തേക്ക് കംസൻ ബോധപൂർവം മറന്നു. എന്നിട്ടോ വാളെടുത്ത് തലമുടിക്ക് കുത്തിപ്പിടിച്ച് ദേവകിയെ വധിക്കാനായിട്ട് ഓങ്ങി എന്നാ പറയണത്. അത്രയാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. നോക്കൂ, ഇവിടെ സഹോദരിയെ അത്യധികം സ്നേഹിക്കുന്ന ആളാണ് കംസൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് കംസൻ തന്നെ സാരഥിയായിട്ട് തേരാളിയായിട്ട് പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവിനെയും കൊണ്ടുപോകുന്നത് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക്. ആ സമയത്ത് ഇങ്ങനൊരു അശരീരി കേട്ടു, താൻ വധിക്കപ്പെടും എന്നൊരു അശരീരി കേട്ടു. അതും ദേവകിയുടെ 8ാമത്തെ പുത്രൻ. അപ്പം തൻ്റെ മരണ കാരണമായിട്ടുള്ള ഒരാളെയാണോ താൻ തേരിലിങ്ങനെ ഏറ്റി കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്നേഹമൊക്കെ തൽക്കാലത്തേക്ക് മറന്ന് എന്ത് ചെയ്തു? ദേവകിയെ കൊല്ലാൻ വേണ്ടി വാളെടുത്തൂങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അത്രയാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വിവാഹം കെങ്കേമമായി നടന്നതിന് ശേഷം വസുദേവരുടെ ഗൃഹത്തിലേക്ക് ദേവകിയെയും വസുദേവരെയും കൊണ്ടുപോയത് കംസനായിരുന്നു. അവരുടെ തേരാളിയായി അവരോടുള്ള ബഹുമാനം കൊണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവരോടുള്ള ബഹുമാനം കൊണ്ട് അവരുടെ തേരാളിയായി ഇങ്ങനെ പോകുകയായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഒരു അശരീരി കേൾക്കാൻ ഇടവരുന്നു. ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നുള്ളതായിരുന്നു അശരീരി. അത് കേട്ടപ്പോൾ ആകെ പരിഭ്രാന്തനായി തീർന്നു കംസൻ. അങ്ങനെ എന്ത് ചെയ്തു? സ്വന്തം പെങ്ങളെ വധിക്കാനായി തുനിഞ്ഞു. അങ്ങനെ വാളെടുത്ത് ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാളെടുത്ത് വെട്ടാൻ ഊങ്ങി എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനാത്മജാർപ്പണഗിര
പ്രീതോ തയാതോ ഗൃഹാൻ. ആദ്യം ത്വത്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേകഥാ. ഒന്നുകൂടി ചൊല്ലാം. ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരിശ്ചിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനാത്മജാർപ്പണഗിരാ പ്രീതോ തയാതോ ഗൃഹാൻ. ആദ്യം ത്വത്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേകഥാ. അങ്ങനെ 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കംസൻ ശരിക്കും ദുഷ്ടനാണ് അല്ലേ? അല്ലെങ്കിൽ സഹോദരിയെ തന്നെ കൊല്ലാനായിട്ട് വാളെടുക്കുകയില്ലല്ലോ. അപ്പോൾ തലമുടിക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് വാളുകൊണ്ട് വെട്ടാൻ ഓങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വസുദേവര് പലതരത്തിലുള്ള സമാധാന വാക്കുകളും പറഞ്ഞു നോക്കി. ദേവകിയെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമാധാന വാക്കുകളും പറഞ്ഞു. പക്ഷെ ഒന്നും കംസൻ ചെവി കൊണ്ടില്ല. അത്രത്തോളം ദുഷ്ടനായിരുന്നു. ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലാൻ പോവുകയാണല്ലോ. അപ്പോൾ തൻ്റെ മരണകാരണത്തെ ഒരിക്കലും ഇവിടെ ഭൂമിയിൽ വെച്ച് പൊറുപ്പിച്ചുകൂടാ എന്നുള്ളതായിരുന്നു കംസന്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ കംസൻ അതിൽ നിന്നൊന്നും പിന്മാറാതെ ഇങ്ങനെ നിന്നു. അപ്പോൾ വസുദേവർ പറഞ്ഞു, തങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികളെ ഒക്കെയും കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ തന്നെ ചെയ്തു. വസുദേവർ പറഞ്ഞു, വസുദേവർക്കും ദേവകിക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഈ ഉദ്യമത്തിൽ നിന്നും കംസൻ പിന്മാറി. എന്നിട്ട് സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ജനിക്കുന്ന കുട്ടികളെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മരണകാരണമാവുന്ന ആ കുട്ടിയും ഏൽപ്പിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറാം എന്ന് കരുതി കംസൻ തിരികെ സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ദേവകിക്കും വസുദേവർക്കും ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. അതായത് ഭഗവാന്റെ ആദ്യത്തെ സഹോദരൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. ആ സഹോദരനെ വസുദേവര് പറഞ്ഞ പ്രതിജ്ഞ അനുസരിച്ച് കംസന്റെ അടുത്ത് കൊണ്ട് ചെന്നാക്കി. പക്ഷെ കംസൻ ആ കുഞ്ഞിനെ കൊന്നില്ല, സ്നേഹം കൊണ്ട് കൊന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, വളരെ ദുഷ്ട മനസ്സുള്ളവർക്ക് പോലും ചില സമയത്ത് കാരുണ്യം തോന്നാറുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ലേ ഗുരുവായൂരപ്പ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാളുകൊണ്ട് വധിക്കാൻ ഊങ്ങി നിൽക്കുന്ന സമയത്ത് വസുദേവര് പലതരത്തിലുള്ള സമാധാന വാക്കുകളും പറഞ്ഞു. ദേവകിയെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചു. പക്ഷെ അതിലൊന്നും കംസന്റെ മനസ്സലിഞ്ഞില്ല. ഒടുവിൽ തങ്ങൾക്ക് ജനിക്കുന്ന പുത്രന്മാരെ ഒക്കെയും നിങ്ങളെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ, കംസനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ദേവകിയെ കൊല്ലുന്നതിൽ നിന്നും പിന്മാറി സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ദേവകിക്കും വസുദേവർക്കും ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഭഗവാന്റെ സഹോദരൻ ജനിച്ചു. ആ കുഞ്ഞിനെ കംസന്റെ അടുത്ത് കൊണ്ട് ചെന്നാക്കി വസുദേവര്. കൊല്ലാൻ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ എന്തോ സ്നേഹം കൊണ്ട്, അമ്മാവനാണല്ലോ ആ കുട്ടിയുടെ, അപ്പൊ സ്നേഹം കൊണ്ട് ആ കുട്ടിയെ വധിച്ചില്ല. അപ്പൊ ദുഷ്ട മനസ്സുള്ളവർക്ക് പോലും ചില സമയത്ത് കാരുണ്യം തോന്നാറുണ്ടല്ലോ ഗുരുവായൂരപ്പ എന്നാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സ ഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സ ഹരിർഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യധൂനദൂതുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. ഒന്നുകൂടി ചൊല്ലാം. താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സ ഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സ ഹരിർഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യധൂനദൂതുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്
നാരദ മഹർഷി മധുരയിലെത്തുകയാണ്. അപ്പോൾ നാരദ മഹർഷി വരുന്നത് ഭഗവാന്റെ തന്നെ ഇച്ഛാശക്തി കൊണ്ടാണ് എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ അങ്ങനെ നാരദ മഹർഷി കംസനെ കാണാനായിട്ട് വന്നു. എന്നിട്ട് പറയല്ല, കംസനെ ഓർമ്മിപ്പിച്ചു, കംസാദികൾ അസുരന്മാരാണ്, വസുദേവരോ യാദവന്മാരാണ്. യാദവന്മാരെന്ന് പറയുന്നത് ദേവന്മാരുടെ അംശത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുരനാശത്തിനും ദേവന്മാരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ അവതരിക്കുന്നത്. ഭഗവാൻ മായാവിയാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആർക്കും അറിയാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തുകൊള്ളൂ എന്ന് നാരദൻ കംസനെ ഓർമ്മിപ്പിച്ചു. അതായത് നാരദ മഹർഷി മധുരാപുരിയിൽ എത്തിയിട്ട് കംസനോട് പറഞ്ഞു, കംസാദികളൊക്കെ അസുരന്മാരാണ്, അസുരവംശത്തിലുള്ളവരാണ്. യാദവന്മാരോ ദേവവംശത്തിലുള്ളവരുമാണ്. അപ്പോൾ വസുദേവര് യാദവ വംശത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അസുരനാശത്തിനും ദേവസംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുമെന്ന് പറയുന്നത് അല്ലേ. ഭഗവാന്റെ 8ാമത്തെ പുത്രൻ വന്ന് കംസനെ വധിക്കുമെന്നുള്ള അശരീരിയും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് അവതരിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ മായാവിയാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആർക്കും പറയാൻ സാധിക്കില്ല. എന്താ നടക്കുക എന്നുള്ളത് ആർക്കും മുൻകൂട്ടി പറയാനോ അറിയാനോ സാധിക്കുകയില്ല. അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം കംസൻ സ്വയരക്ഷാർത്ഥം അല്ലേ, അല്ലെങ്കിലും തീർത്തും ഒരു ഭയന്ന വ്യക്തിയാണ് കംസൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ദേവകിയെ കൊല്ലാൻ ഓങ്ങി, പരിഭ്രാന്തനായി. അപ്പോൾ സ്വന്തം ജീവന് മേൽ അത്ര തന്നെ മോഹമുള്ള ഒരാളാണ് കംസൻ. അപ്പോൾ അങ്ങനെ കംസൻ എന്ത് ചെയ്തു? ദേവകി പുത്രന്മാരെ ഒക്കെയും വധിച്ചു കളഞ്ഞു എന്നാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭീരുവായിട്ടുള്ള ഒരാളാണ് കംസൻ അല്ലേ. അതല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് അറിയുന്ന നിമിഷം തന്നെ സഹോദരിയെ കൊല്ലാനായിട്ട് തുനിഞ്ഞു. ഇപ്പോൾ നാരദ മഹർഷി വന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളെ പോലും കൊല്ലാനുള്ള മനസ്സുണ്ടായി. അപ്പോൾ തീർത്തും ഭീരുവായിട്ടുള്ളൊരു വ്യക്തിയാണ് കംസൻ. പിന്നെ ഭഗവാൻ കംസനെ ഇങ്ങനെയുള്ള ചെയ്തികളിലേക്കൊക്കെ നയിച്ചത് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്. പാപങ്ങളുടെ തോത് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മഫലം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ അസുരന്മാർ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത് തന്നെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അസുരനാശത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ നയിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നാരദ മഹർഷി ഇവിടെ ചെയ്തത്. ഭഗവാന്റെ ഇച്ഛാശക്തി കൊണ്ട് നാരദ മഹർഷി അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. നാരദ മഹർഷി ഭഗവാന്റെ ഇച്ഛാശക്തി കൊണ്ട് മധുരാപുരിയിലെത്തി കംസനെ കണ്ട് കംസനോട് പറഞ്ഞു, കംസാദികൾ അസുരന്മാരാണെന്നും അസുരനാശത്തിനും ദേവസംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. ഭഗവാൻ മായാവിയാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം കംസൻ ദേവകി പുത്രന്മാരെയൊക്കെയും വധിച്ചു കളഞ്ഞു. ഇത്രയുമാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രാപ്തേ സപ്തമഗർഭതാ മഹിപതൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മകാ ദേവഖ്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. ഒന്നുകൂടി ചൊല്ലാം. പ്രാപ്തേ സപ്തമഗർഭതാ മഹിപതൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മകാ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്
അങ്ങനെ ദേവകി 7ാമത്തെ ഗർഭാവസ്ഥയെ പ്രാപിച്ചു. 7ാമത്തെ ഗർഭം ധരിക്കുന്നത് ആദിശേഷനെയാണ്, സർപ്പരാജനെയാണ് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അല്ലയോ മാധവ ലക്ഷ്മീപദേ, അങ്ങയുടെ മായ കൊണ്ട് ആ ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റി. വസുദേവരുടെ തന്നെ വേറൊരു ഭാര്യയാണ് രോഹിണി. ആ ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റി. ആ പുത്രനാണ് ബലരാമനായിട്ട് വരുന്നത്. അങ്ങനെ ആ ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റി. എന്നിട്ടോ ഭഗവാൻ കൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ രൂപം കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ദേവന്മാരാൽ നന്നേ സ്തുതിക്കപ്പെട്ട ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ രൂപം കൊണ്ടു. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എൻ്റെ എല്ലാ രോഗസമൂഹങ്ങളെയും മാറ്റി എന്നിൽ പരമഭക്തി ഉണ്ടാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 37ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 37ാമത്തെ ദശകത്തിൽ പറയുന്നത്, ദേവകി 7ാമത്തെ ഗർഭത്തെ പ്രാപിച്ചു. 7ാമത്തെ ഗർഭം ആദിശേഷനാണ് 7ാമത്തെ ഗർഭത്തിൽ ഉണ്ടായിരുന്നത്. ഭഗവാന്റെ തന്നെ മായ കൊണ്ട് ആ ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റി. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ രൂപം കൊണ്ടു. ദേവന്മാരാൽ നന്നേ സ്തുതിക്കപ്പെട്ട ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ, എന്നിട്ട് എന്നിൽ പരമഭക്തി നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 37ാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിതസ്വാന്ദേഷ്വീശ ഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസ ശൂരാത്മജാ ഉദ്വാഹാവസിതൗ തദീയസഹച കംസോദസമ്മാനയന്നേതൗ സൂതതയാഘതപതിരതേ വ്യോമോത്തയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സാന്ദ്രാസാത്സതു ഹന്തുമന്ദികഗദാം തന്വീം കൃപാണീമദാത് ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരൈശ്ചിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനാത്മജാർപ്പണഗിരാ പ്രീതോ തയാതോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കഥാ താവത്ത്വന്മനസൈവ നാരദമുനി പ്രോചേ സ ഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വദകൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യധൂനദൂതുനദസൗ ശൗരേശ്ച സൂനൂനഹൻ പ്രാപ്തേ സപ്തമഗർഭതാമഹിപദൗ ത്വത്പ്രേരണാന്മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത്സുഖൈകാത്മകാ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 37 ദശകം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 38ാമത്തെ ദശകം ശ്രീകൃഷ്ണാവതാരമാണ്. വളരെയധികം ചൊല്ലാൻ എനിക്കിഷ്ടമുള്ളൊരു ദശകമാണ് ശ്രീകൃഷ്ണ അവതാരം 38ാമത്തെ ദശകം.
അതിനൊരു ഈണം തന്നെ ഒരു വ്യത്യാസമാണ്. അത് നല്ല രസമായിട്ടാണ് നമുക്ക് ചൊല്ലാൻ നല്ല രസമുണ്ടാവും. അത് ചൊല്ലാനും സുഖമുള്ള ഒരു ദശകമാണ് 38ാമത്തെ ദശകം. അപ്പോൾ ഈ ഒരു ഇതിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു 37ാമത്തെ ദശകത്തിലെ ഇപ്പോൾ അവസാനത്തെ ശ്ലോകം ചൊല്ലിയപ്പോൾ, അതായത് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മോൻ കണ്ണനാവണത്, ഉജ്ജ്വലാവണത്. അപ്പോൾ അത് അറിയാലോ, ഈ ഒരു കുട്ടികളാവാതെ ഇരിക്കുക എന്നുള്ളത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, പണ്ട് നന്നായിട്ട് മെലിഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വല്ലാതെ തടിച്ചു, ശരീരമൊക്കെ തടിച്ചു. അപ്പം ആളുകളും അറിയാലോ, നമുക്ക് മനസ്സിലിങ്ങനെ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കൂടി ചില സമയത്തെ ആൾക്കാരുടെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റില്ല മനസ്സിൽ. അപ്പം വളരെയധികം ഞാൻ ഡെസ്പായി, ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ മാസവും പോവുക, സ്കാനിങ്, ഇഞ്ചക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ മനസ്സിലിങ്ങനെ വളരെ സങ്കടം കൊണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു ശീലമുണ്ട് ഭഗവാനോട് ഇങ്ങനെ ചോദിക്കാൻ. നമ്മളിങ്ങനെ പുസ്തകം പകുത്ത് നോക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ നാരായണീയം പകുത്ത് നോക്കും ഞാൻ. അപ്പോൾ എന്തെങ്കിലും എനിക്ക് മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എനിക്ക് എപ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ട്, എപ്പോഴും. അപ്പോൾ അന്നിങ്ങനെ നന്നായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെയാണ് ചോദിച്ചത് കണ്ണനോട്, ഭഗവാനെ, എനിക്ക് സന്താന ഭാഗ്യമേ ഇല്ലേ, ഞാൻ അമ്മയാവാന്നുള്ളൊരു സ്വപ്നം എൻ്റെ സ്വപ്നം മാത്രമായിട്ട് തീരുമോ എന്നൊക്കെ ഇങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഭഗവാനോട് ചോദിച്ചിട്ട് ഈ നാരായണീയം പകത്ത് നോക്കിയ സമയത്ത് ഞാൻ കണ്ട ഒരു ശ്ലോകം ഇതാണ്. അതായത് ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ കൃഷ്ണൻ വന്ന് രൂപം കൊണ്ടു എന്നുള്ള ശ്ലോകമാണ് വന്നത്. അതെനിക്കിപ്പോൾ പോലും പറയുമ്പോൾ എനിക്ക് എന്താണ് ആ പറയുമ്പോൾ രോമമൊക്കെ എനിക്കിങ്ങനെ എണീക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ മനസ്സുകൊണ്ടിങ്ങനെ വല്ലാതെ അയ്യോ കണ്ണൻ, അപ്പോൾ ഒരു പ്രതീക്ഷ വന്നു, ഭഗവാൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും പുത്രഭാഗ്യമുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് ഞാൻ അതിനുശേഷം ഈ സന്താന ഗോപാല മന്ത്രം ഉണ്ടല്ലോ ഭഗവാന്റെ, അത് ദിവസവും ചൊല്ലി ഒരു 12 ദിവസം, അതൊരു ജ്യോത്സ്യര് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. 12 ദിവസം ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ രാവിലെ നിർമ്മാല്യം തൊഴാൻ വേണ്ടി തൊട്ടടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ 12 ദിവസം അടുപ്പിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ പോകണമെന്ന് പറഞ്ഞു. രാവിലെ എണീറ്റ് ഫസ്റ്റ് കുളിച്ച് അവിടെ പോയി വന്ന് അങ്ങനെ ആ 12 ദിവസം വ്രതം പോലെ ഇരിക്കാനും പറഞ്ഞു. എന്നിട്ട് ഈ സന്താന ഗോപാല മന്ത്രമൊക്കെ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അത് ചൊല്ലുന്നത് 2017 ഡിസംബറിലാണ് ഞാനത് ചൊല്ലണത്. അപ്പോൾ 2018 ജനുവരി അല്ല, ഞാൻ ഫെബ്രുവരിയിലാണ് അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞത്. ഈ നാരായണീയം ഞാനിത് പകുത്ത് നോക്കിയ സമയം എന്ന് പറയുന്നത് 2017 നവംബറോ ഒക്ടോബറോ ആയിട്ടാണ്. അത് നോക്കിയപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നത്. പക്ഷേ ഭഗവാൻ എനിക്കൊരു ഉറപ്പ് തന്നിരുന്നു, ഇങ്ങനെ ഇപ്പോൾ ഈ ശ്ലോകം ഇങ്ങനെ പകത്ത് നോക്കി ഇത് വന്നപ്പോൾ അന്ന് മനസ്സിന് കിട്ടിയൊരു ധൈര്യമാണ്, എനിക്ക് എന്തായാലും അമ്മയാവാനുള്ള ഭാഗ്യമുണ്ട്, അതില്ലാന്ന് കണ്ണൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതെന്തായാലും ഭഗവാൻ എനിക്ക് തരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഉണ്ണി കണ്ണനാണ് കിട്ടിയത്, ആൺകുട്ടിയാണ് ആയത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് നാരായണീയം വീഡിയോ ഇടുമ്പോൾ പറഞ്ഞത്, ഒട്ടേറെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാരായണീയം മുറുകെ പിടിച്ചോളൂ, അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ദോഷവും സംഭവിക്കില്ല, നല്ലതേ വരികയുള്ളൂ, നമുക്ക് നല്ലൊരു വഴികാട്ടി ആയിരിക്കും ഭഗവാൻ എപ്പോഴും. നമ്മൾ പറയില്ലേ, ഭഗവാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടക്കുഴൽ പിടിച്ചോ കിരീടം ധരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു രൂപത്തിലൊന്നും ആയിരിക്കില്ല ഭഗവാൻ വരിക. പല വാക്കുകളായിട്ടും പല ചിന്തകളായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ രൂപത്തിലൊക്കെ ആയിരിക്കും ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ഒരു വിഷമം അതെനിക്ക് എത്ര പറഞ്ഞാലും, അന്ന് ആ സമയത്തൊക്കെ മിക്കവാറും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ നാരായണീയം, സമ്പൂർണ്ണ നാരായണീയം വീട്ടിൽ വായിക്കാറുണ്ട്. ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല, എനിക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ വീട്ടിൽ സമ്പൂർണ്ണ നാരായണീയം വായിക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ എങ്ങനെ അറിയുക, പുറത്തൊരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും
കുടുംബക്കാരൊക്കെ കൂടി കൂടുന്ന ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ വിഷമം മനസ്സിലാവുക. അപ്പം ഞാൻ അന്ന് തൊട്ട് എപ്പോഴും ഞാൻ അമ്പലത്തിൽ, ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, എന്നെപ്പോലെ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക്, അർഹതയുള്ളവർക്ക് ഭഗവാനെ അങ്ങ് പുത്രഭാഗ്യം കൊടുക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ആ വിഷമം എത്രയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അമ്പലത്തിൽ, അന്ന് നല്ലതല്ല, എപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമാണത്. കാരണം ഞാൻ ആ ഒരു കാര്യത്തിന് അത്രയധികം വിഷമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമാണ്, ഭഗവാനെ എനിക്ക് പുത്രഭാഗ്യം തന്നതുപോലെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെയും പുത്രഭാഗ്യം കൊടുക്കണേ, അർഹതപ്പെട്ടവർക്ക് കേട്ടോ, അർഹതപ്പെട്ടവർക്ക് പുത്രഭാഗ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ശ്ലോകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും ഈ ഒരു ശ്ലോകം എത്തുമ്പോൾ ഞാൻ അവിടെ ഒന്ന് പോസാവും. കാരണം അതെൻ്റെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഹരി ഓം.